ഞമ്മളേ കുഞ്ഞുപാത്തുമ്മയാണ്. വലിയൊരു കൊമ്പനാനുണ്ടായിരുന്നു. ആനമക്കാരിൻ്റെ പുന്നാരമോളായ കുഞ്ഞുപാത്തുമ്മ. ഒറ്റ മോളാ കുഞ്ഞുപാത്തുമ്മ. ഉമ്മ എപ്പോഴും എന്നോട് പറയൂ, എൻ്റെ പൊന്നു കുഞ്ഞുപാത്തുമ്മ, നീ ആനമക്കാരിൻ്റെ പുന്നാരമോളുടെ പുന്നാരമോള. എൻ്റെ ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പന. എന്നെ കള്ള ബുദ്ധൂസെന്നാ ആയിഷ വിളിക്കുക. ഓളെ ഞാൻ വിളിക്കുക എന്താന്നറിയോ? തുട്ടാപ്പീന്ന്. ഓളെ ഏട്ടൻ അന്യസാറ അഹമ്മദ്. എനിക്ക് നാണ. ഓറ ബാപ്പ ഒരു ദിവസം എൻ്റെ മുറിയിൽ വന്നു. കരളിൽ വേദനയും പനിയായിട്ട് ഞാൻ കിടക്കേനി. ഓറ് വന്ന് ജനവാതിലൊക്കെ അങ്ങോട്ട് തുറന്ന് വെളിച്ചം കുടുകുടാന്ന് മുറിയിലേക്ക് വന്നു. വെളിച്ചത്തിന് എന്തൊരു വെളിച്ച! പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഉമ്മാനെ കളിയാക്കി. ഉമ്മ എപ്പോഴും പറയാനില്ലോ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന്. കുട്ടികൾ പറയാ അത് ഉയ്യാനായിരുന്നു. എൻ്റെ ഉമ്മ അതെങ്ങനെ സഹിക്കൂ? പാരമ്പര്യത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മളെ അഭിമാനം വെറുതെ ആയിരുന്നല്ലേ. നമ്മൾ ഈ പാരമ്പര്യം, മതം, ജാതി എന്നൊക്കെ നിഗളിക്കുന്നത് ശുദ്ധ വിട്ടിത്തരം. അങ്ങനെയല്ലേ ഒരു പറയുന്നത്? പുതിയ തലമുറ ആഗ്രഹിച്ച ജീവിതം ലഭിക്കാതെ ദുരിതങ്ങളുടെയും വേദനകളുടെയും നിലയില്ലാക്കയത്തിൽ മുങ്ങി അസ്തമിച്ചു പോയവൾ ഞാൻ, സുഹറ. മജീദിന്റെ സുഹറ. അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടിയാൽ നമ്മൾ ചോദിക്കും, മനുഷ്യജീവിതം ഇത്രമേൽ ദുരന്തപൂർണമാക്കിയത് എന്തിന്? സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നിർദ്ദയമായ നിയമങ്ങളുടെ ചങ്ങലകളിൽ ലളിതവും നിഷ്കളങ്കവും സുന്ദരവുമായ ജീവിതം ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്നു. നോക്കൂ, എന്നെ സ്നേഹിച്ച, ഞാൻ സ്നേഹിച്ച മജീദിൻ്റെ കാര്യവും. ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നാവെന്ന് കണ്ടെത്തിയ മജീദ്, ആകാശത്തോളം ഉയരമുള്ള മണിമാളിക പണിത് അതിൽ രാജകുമാരിയായി എന്നെ വാഴിക്കാമെന്ന് പറഞ്ഞ മജീദ്. ആ മജീദിൻ്റെ ജീവിതവും എത്ര വേദനാപൂർണമായിരുന്നു. വിധി ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ല. മജീദ് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് പറയാൻ ഓങ്ങിവെച്ച കാര്യം പറയാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. അപ്പോഴേക്കും മജീദിന് പോകാനുള്ള വണ്ടി വന്നു.
മജീദ് തിരിച്ചു വരും മുമ്പ് ഞാൻ പള്ളിക്കാട്ടിലേക്ക് എടുക്കപ്പെട്ടു. മയ്യത്ത് കട്ടിലിൽ പറയാനുള്ളത് ഹൃദയത്തിൽ ബാക്കി വെച്ചുകൊണ്ട് ഒറ്റക്കാലനായി തിരിച്ചു വരുന്ന മജീദ് എന്നെക്കുറിച്ചുള്ള സങ്കടത്താൽ നീറി ജീവിക്കുക. അപ്പോഴും എപ്പോഴും ആലോചിക്കും, സുഹറ പറയാൻ ബാക്കി വെച്ച ആ കാര്യം എന്തായിരിക്കും? ദുഃഖമാണ് ജീവിതം, വെറും ദുരന്തം. എന്തിനാണ് റബ്ബുൽ-ആലമീനായ പടച്ച തമ്പുരാൻ ജീവിതത്തെ ഇത്ര ശോകമാക്കിയത്? ഞാനാണ് സാറാമ്മ, കേശവൻ നായരുടെ അല്ലെങ്കിൽ വേണ്ട, കേശവേട്ടൻ്റെ സ്വന്തം സാറാമ്മ. കേശവേട്ടൻ എനിക്കൊരു പ്രേമലേഖനം തന്നു. അതിലെന്താ എഴുതിയിരുന്നെന്നറിയോ? ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുലഭവുമാണെന്നൊക്കെയാ. ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഹൗ, എന്തൊരു സാഹിത്യം! അതും കഴിഞ്ഞ് കേശവേട്ടൻ എനിക്കൊരു ജോലിയും തന്നു. മാസം 20 രൂപ ശമ്പളം. എന്താ ജോലി? കേശവേട്ടനെ സ്നേഹിക്കുക, അതാ ജോലി. ഞങ്ങൾ രണ്ടും രണ്ട് ജാതിയല്ലേ? കല്യാണം കഴിക്കാനാവില്ലല്ലോ, ആകാശം ഇടിഞ്ഞു വീഴില്ലേ? അതുകൊണ്ട് അങ്ങോട്ട് ഒളിച്ചോടി. തീവണ്ടിയിലാ പോണത്. സ്റ്റേഷനിൽ നിന്ന് കേശവേട്ടൻ ചായ കുടിച്ചു, ഞാൻ കാപ്പി. എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടം എനിക്കും കേശവേട്ടൻ്റെ ഇഷ്ടം കേശവേട്ടനും. അങ്ങനെ 2 സ്വതന്ത്ര വ്യക്തികളായി ജീവിക്കാമെന്ന് ഞങ്ങൾ കാട്ടിക്കൊടുത്തു. ഞങ്ങളുടെ മോൻ എന്താ പേരിടണമെന്ന് കുറേ ആലോചിച്ചു. ഏത് പേര് പറഞ്ഞാലും അതേതെങ്കിലും ഒരു മതത്തിൻ്റെയോ. അതുകൊണ്ട് ഞങ്ങളിട്ട പേരിതാ, ആകാശമിഠായി. നല്ല പേരല്ലേ? ജാതിയില്ല, മതവുമില്ല. എന്നാലും അതൊക്കെ ഇപ്പം തിരിച്ചു വരുന്നുണ്ട്. കാണുമ്പോൾ സങ്കടമുണ്ട്. ഒറ്റക്കണ്ണം പോക്കരുടെ മോളാ ഞാൻ, സൈനബ. എൻ്റെ കെട്ടിയോൻ മണ്ടമുത്തപ്പ. എൻ്റെ കെട്ടിയോനും എൻ്റെ ബാപ്പയും തമ്മിൽ ഭയങ്കര വഴക്കാ. കാരണം അറിയോ നിങ്ങൾക്ക്? മുത്തപ്പാക്കാനെ മൂക്കിക്കൂടെ പുക വിടാൻ പഠിപ്പിച്ച് എൻ്റെ ബാപ്പയാ. ₹1 പീസ്. ബീഡി വലിച്ച് മൂക്കിക്കൂടെ പുക വിടാൻ മുത്തപ്പാക്കാനെ പഠിപ്പിച്ച്. എന്നാ ₹1 കൊടുക്കണതിന് പകരം 5.5 അണയെ കൊടുത്തുള്ളൂ. അന്ന് മുതൽ ഓറ് കീരിയും പാമ്പുമായി. എന്നാലും എനിക്കിഷ്ടാ. വരുമ്പോ പുട്ടിൻ്റെ ഉള്ളിൽ മുട്ട വെച്ച് കൊടുക്കും, ബാപ്പ അറിയാണ്ട്. കച്ചവടം കഴിഞ്ഞാൽ ബാപ്പ പുള്ളി മലത്താൻ പോവും. ചീട്ടുകളിയെ പൈസ വെച്ചിട്ടാ കളിക്കുക. ചീട്ടുകളിയിൽ മുത്തപ്പാക്കാനെ ജയിപ്പിക്കാൻ ഞമ്മളെന്താ ചെയ്തെന്നറിയോ? ബാപ്പാൻ്റെ ചീട്ടെടുത്തിട്ട് ചീട്ടിൻ്റെ എല്ലാ സൈഡിലും സൂചി കൊണ്ട് ചെറിയ കുത്തുകളിട്ട് മുത്തപ്പാക്ക ആ അടയാളം നോക്കി പണം വെച്ച്. ബാപ്പ തോറ്റ്, മുത്തപ്പാക്ക ജയിച്ച്. അങ്ങനെ ഞമ്മളും ജയിച്ച്.
അവസാനം വാപ്പ ഞാളെ കല്യാണം നടത്തി തന്ന്. മുത്തപ്പാക്ക ഒരു ചായന്റെ കച്ചവടം തുടങ്ങി. നല്ല ചൂട് വയനാടൻ കാപ്പി. ബരി, ഒരു ചായ കുടിച്ചിട്ട് പോയിക്കോളി ബരീന്ന്. പരസ്പരം കാണാതെയും അതിതീവ്രമായി സ്നേഹിക്കാമെന്ന് തെളിയിച്ചവളാ ഞാൻ, നാരായണി. ബഷീർ ആണുങ്ങളുടെ ജയിലിലും ഞാൻ പെണ്ണുങ്ങളുടെ ജയിലിലും. രണ്ട് ജയിലുകളെയും വേർതിരിക്കുന്നത് ഒരൊറ്റ മതില്. ഒരർത്ഥത്തിൽ മനുഷ്യജീവിതം എന്നതൊരു ജയിൽ ജീവിതമല്ലേ? ഇഷ്ടമുള്ളതിനെ, ആഗ്രഹിക്കുന്നതിനെ സ്വന്തമാക്കാൻ കഴിയാത്ത, അത് വിലക്കുന്ന ഒരു മതിലുണ്ട് ഓരോ സമൂഹത്തിലും. ആ മതിലിൽ തട്ടിയാണ് നമ്മുടെയൊക്കെ ജീവിതം ദുരന്തപൂർണമായി തീരുന്നത്. അല്ല, എൻ്റെ ഫിലോസഫി കേട്ട് നിങ്ങൾ ചിരിച്ചേക്കാം. ഒരു വിവരമില്ലാത്ത പെണ്ണിത വലിയ വലിയ തത്വചിന്തകൾ പറയുന്നു എന്ന് പരിഹസിച്ചേക്കാം. ആൺജയിലിലും പെൺജയിലിലും ഇരുന്നു കൊണ്ട് പ്രണയിക്കുക, ഒരു വാതിലിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് പ്രണയിക്കുക, എന്നിട്ട് പരസ്പരം ആദ്യമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്ന ആ കാത്തുകാത്തിരുന്ന ദിവസം പ്രിയപ്പെട്ടവൻ ജയിൽ മോചിതനായി കാണാമറയത്തേക്ക് പോവുക. ആ ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്ന പോലെ. വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? സ്വാതന്ത്ര്യത്തിന് മുകളിൽ പ്രണയത്തെ പ്രതിഷ്ഠിച്ച, സ്നേഹത്തെ പ്രതിഷ്ഠിച്ച പ്രിയതമനെ, ബഷീറിനെ, എൻ്റെ സുൽത്താനെ എന്നെങ്കിലും കാണാൻ കഴിഞ്ഞാൽ അതാ നാരായണീൻ്റെ പുണ്യം. എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാവും. എൻ്റെ പേര് പാത്തുമ്മ. ഇക്കാക്കൻ്റെ അനുസത്യ. ഇക്കാക്ക എന്നെക്കുറിച്ച് നോവൽ എഴുതിയോണ്ട് ഞാനിപ്പോൾ ഫേമസാ. എന്തേ, ഞാൻ മാത്രല്ല, എൻ്റെ ആടും ഫേമസാ. ബഷീർ ഖാന്റെ പുന്നാര അനുസത്യാണെങ്കിലും ഞമ്മൾ കൊച്ചുണ്ണിക്കാന്റെ ബിടരാ. എൻ്റെ മോള് ഖദീജാന്റെ മൂപ്പർക്ക് കച്ചോടാ. എന്നാലും വീട് കഴിയണമെങ്കിൽ ആട്ടുംപാല് വെക്കണം. പക്ഷെങ്കിൽ പിള്ളേരെല്ലാം കൂടി എൻ്റെ ആടിൻ്റെ പാല് കട്ടുടിക്കും. പിന്നെന്താ ചെയ്യുക? ഒരു സത്യം ഞാൻ പറയട്ടോ, ഇക്കാക്ക എഴുതിയല്ലേ എൻ്റെ ആട് ഇക്കാക്കൻ്റെ മുറി കയറി പുസ്തകം തിന്നൂന്ന്, പഴം തിന്നൂന്നൊക്കെ എഴുതി വെച്ചിക്ക്. ഒന്നുമില്ല, ഒക്കെ ഇക്കാക്ക വെറുതെ എഴുതിയതാ. എൻ്റെ ആട് അങ്ങനെയൊന്നും ചെയ്യൂല, നല്ല ബേഴ്സുള്ള ആടാ. ഇക്കാക്ക നാട് മുഴുവൻ ചുറ്റി തിരിച്ചു വന്നതാ. വന്നപ്പോ എല്ലാവർക്കും കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു, എനിക്കും തന്നു. ഇന്നത്തെ മാതിരിയൊന്നും അല്ലാട്ടോ, ഒരു വീട്ടിൽ തന്നെ കുറെ ആളുകളുണ്ടാവും. ഞാളെ വീട്ടിലുണ്ടായിനു. എപ്പോ ഒച്ചപ്പാടും ബേളും ബയക്ക് പറിച്ചിലുവാ. എന്നാലും സ്നേഹം ഉണ്ടായിട്ടോ. പുറമെ ചീത്ത പറഞ്ഞാലും ഉള്ളിൽ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഒരു ചരട് ഞാളെ അങ്ങനെ ഒന്നിച്ചങ്ങ് നിർത്തി. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ? ഇന്നെല്ലാവർക്കും പണുണ്ട്, പക്ഷെങ്കിൽ സ്നേഹമുണ്ടോ?